എല്ലാവർക്കും പെട്ടെന്ന് ഓർക്കാവുന്ന ഒരു ബന്ധമുണ്ട് നടി നയൻതാരയും നടൻ ജയറാം തമ്മിൽ. ആദ്യ സിനിമയായ മനസ്സിനക്കരെ എന്ന സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ യഥാർത്ഥ പേരായ ഡയാന എന്ന പേര് മാറ്റിയാണ് നയൻതാരയായത്. സത്യൻ അന്തിക്കാടായിരുന്നു മനസ്സിനക്കരെ സംവിധാനം ചെയ്തിരുന്നത്. മാത്രമല്ല നായികയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ്. അടുത്തിടെയാണ് ജയറാമിൻ്റെ മകളായ മാളവികയുടെ വിവാഹം കഴിഞ്ഞത്. അമ്പലത്തിൽ നിന്നും താലി കെട്ടി അതിനുശേഷം മാളവികയുടെ വിവാഹത്തിന് നിരവധി താരങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും വിവാഹ ചടങ്ങിൽ തന്നെ പങ്കെടുക്കാൻ സമയവും കണ്ടെത്തിയിരുന്നു. വിവാഹ സൽക്കാരത്തിൽ നടൻ മമ്മൂട്ടിയും വന്നു ചേർന്നു. എന്നാൽ എല്ലാവരുടെയും സംശയം നടി നയൻതാരയെ ഇവിടെ കണ്ടിരുന്നു എന്നാണ്. മാളവികയുടെ വിവാഹത്തിൽ 3 നടന്ന പരിപാടികളിൽ എവിടെയും നയൻതാരയെയോ ഭർത്താവ് വിഘ്നേഷ് ശിവനെയോ ആരും കണ്ടിട്ടില്ല. എന്നാൽ പ്രചരിച്ച വീഡിയോകളിലേറെ ഫോട്ടോകളിലോ ഇവരെ കണ്ടവരുണ്ടാകില്ല. എന്നാലിതാ സോഷ്യൽ മീഡിയ പ്രചാരണം മറ്റൊരു വഴിയിലാണ്. നയൻതാര മാളവികയുടെ വിവാഹത്തിന് രാവിലെ തന്നെ എത്തിയെന്നും വിഘ്നേഷ് ശിവനും ഉണ്ടായിരുന്നെന്നും നയൻസ് മാളവികയ്ക്ക് വലിയൊരു സമ്മാനം നൽകിയെന്നുമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഡെൻമാർക്കിലെ നയൻസിൻ്റെ വില്ലയുടെ താക്കോലും വിമാന ടിക്കറ്റുകളും മാളവികയ്ക്കും വരനും സമ്മാനമായി നൽകിയെന്നാണ് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന മറ്റേതെങ്കിലും വിവരങ്ങളുടെ അഭാവത്തിൽ നടക്കുന്ന പ്രചാരണം. സ്വന്തമായി ഒരു പ്രൈവറ്റ് ജെറ്റ് പോലും ഉള്ളയാളാണ് നയൻതാര. നാട്ടിൽ വീടുകളും വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി സ്വത്തുക്കളുടെ ഉടമയായ നയൻതാരയ്ക്ക് വിദേശത്ത്, പ്രത്യേകിച്ച് ഡെൻമാർക്കിൽ സ്വന്തമായി ഒരു വില്ലയുള്ള കാര്യം എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വിവാഹം നടന്ന ദിവസം നയൻസ് കേരളത്തിൽ വന്നതായും എവിടെയും വിവരമില്ല. സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് വ്യൂസ് നേടി പ്രചരിക്കുന്ന ഈ വിവരത്തിന് അടിസ്ഥാനമില്ല എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു സമ്മാനം നൽകാൻ കാളിദാസാണ് നയൻതാരയുടെ കൂടെ നിന്നത് എന്നും വീഡിയോസിൽ വാദമുണ്ട്. പാലക്കാട് നെന്മാറ സ്വദേശിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നവനീത് ഗിരീഷാണ് മാളവികയുടെ ഭർത്താവ്. മലയാളിയെങ്കിലും നവനീത് വളർന്നതും പഠിച്ചതും ജോലി ചെയ്യുന്നതും കേരളത്തിന് പുറത്താണ്.